ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, എന്ത് കാരണം കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഹർജി തള്ളുന്നത്? എന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? അക്ഷയ്, അന്തരിച്ച എം എൽ എയുടെ മകന് ആശ്രിത നിയമനം നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായി ഉത്തരവുണ്ടായിരിക്കുന്നത്. 2018 അന്തരിച്ച കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പ്രത്യേക തസ്തിക സൃഷ്ടിച്ച ആശ്രിത നിയമനം സംസ്ഥാന സർക്കാർ നൽകിയത്. എന്നാൽ ഇത് ഭരണഘടനയുടെ 14, 15 അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് ചോദ്യം ചെയ്തുകൊണ്ട് ആർ പ്രശാന്തും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു ഈ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഈ പൊതുതാൽപര്യ ഹർജിയിൽ ഈ നിയമനം റദ്ദാക്കുന്നതിനുള്ള അധികാരം കേരള ഹൈക്കോടതിക്ക് ഇല്ല. അതുപോലെ തന്നെ ഈ പ്രത്യേക നിയമനം, ആശ്രിത നിയമനം നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ ഒരു എം എൽ എയുടെ മകന് ആശ്രിത നിയമനം നൽകാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. തങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടുന്നില്ല എന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഈ ആർ പ്രശാന്ത് ഇതുവരെ നടത്തിയ സേവനം, അതായത് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരുന്നു, അദ്ദേഹം ജോലി എടുത്തു വരികയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലയളവിൽ അദ്ദേഹത്തിന് നൽകിയ ശമ്പളം തിരിച്ചു പിടിക്കരുതെന്ന ഒരു നിർദ്ദേശവും സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആവശ്യം ഒഴികെ ഈ ഹർജിക്കാരുടെ മറ്റെല്ലാ ആവശ്യങ്ങളും നിരാകരിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സുപ്രധാനമായി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ എം എൽ എമാർക്ക് മക്കൾക്ക് ആശ്രിത നിയമനം നൽകുന്നതിനുള്ള അധികാരം സർക്കാരുകൾക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നിരീക്ഷണത്തോടു കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ബാലു, അന്ന് ഈ കെ രാമചന്ദ്രൻ നായരുടെ വായ്പാ തുക അതൊക്കെ വീട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വിവാദങ്ങൾക്കിടയായിരുന്നു. ഒപ്പം തന്നെയായിരുന്നു ഈ ആശ്രിത നിയമനവും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം തിരിച്ചടിയാണിത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, ഈ നിയമനം സർക്കാർ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതിനു പുറമെ മറ്റൊരു നിയമ പ്രശ്നത്തിന് കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിലൂടെ വ്യക്തത വരുന്നത്. ഈ മന്ത്രിസഭയ്ക്ക് പ്രത്യേക തസ്തികകൾ സൃഷ്ടിച്ച് ഈ നിയമനം നടത്തുന്നതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അങ്ങനെ നടത്തുന്ന നിയമനത്തിൻ്റെ ഉള്ള അധികാരത്തിൽ ഈ എം എൽ എമാരുടെ മക്കൾക്ക് ആശ്രിത നിയമനം നൽകുന്നതിനായി അങ്ങനെ ആ ചട്ടം, അതായത് ഈ പ്രത്യേക തസ്തിക സൃഷ്ടിക്കാനുള്ള ചട്ടത്തിൻ്റെ പരിധിയിൽ ഈ എം എൽ എമാരുടെ മക്കൾക്കുള്ള ആശ്രിത നിയമനം വരില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഫലത്തിൽ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് ഇനി മുതൽ ഇത്തരത്തിൽ, അതായത് മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ ആർ പ്രശാന്തിന് നിയമനം നൽകുന്നത്.